എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കർണവധത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ധർമ്മമാണ് നമുക്ക് തരുന്നത് എന്നാണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇത്. കുരുക്ഷേത്ര യുദ്ധക്കളം 10ാം നാൾ ഭീഷ്മ പിതാമഹൻ വീണു. 15ാം നാൾ ദ്രോണാചാര്യർ വീണു. അതിനുശേഷം കൗരവ സേനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേനാ നായകത്വ സ്ഥാനം കർണൻ ഏറ്റെടുത്തു. 17ാം നാൾ തൻ്റെ സുഹൃത്തായിട്ടുള്ള ദുര്യോധനനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു സാരഥിയെ എനിക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ യുദ്ധം നമുക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഞാൻ സാരഥിയായി കാണുന്നത് ശല്യരെയാണ്. അദ്ദേഹത്തെ എനിക്ക് സാരഥിയായി നൽകുക എന്ന് കർണൻ ദുര്യോധനനോട് ആവശ്യപ്പെട്ടു. സേനാനായകൻ്റെ ആവശ്യപ്രകാരം ശല്യർ സാരഥിയായി വന്നു. അങ്ങനെ സാരഥിയും രഥിയും ശ്രീകൃഷ്ണ അർജുനന്മാരെ പോരാടുവാൻ വേണ്ടിയിട്ട്, തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ അർജുനന്മാരും കർണശല്യരും യുദ്ധത്തിൽ നല്ല രീതിയിൽ പോരാടുകയായി. തൻ്റെ കയ്യിലുള്ള സർവ്വ ആയുധങ്ങളും എടുത്ത് കർണൻ പോരാടുകയാണ് അർജുനനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അവസാനം നാഗാസ്ത്രം പ്രയോഗിച്ചു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ്റെ യുദ്ധതന്ത്രം കൊണ്ട് നാഗാസ്ത്രം അർജുനനെ ഏറ്റില്ല. അവസാനമായി തൻ്റെ കയ്യിലുള്ളത് ഒരേ ഒരു ആയുധമാണ്. അത് തൻ്റെ ഗുരുവിൽ നിന്ന് തനിക്ക് ലഭിച്ച തൻ്റെ ഗുരുവിൽ നിന്ന് താൻ സൂത്രത്തിൽ കരസ്ഥമാക്കിയ ആ ബ്രഹ്മാസ്ത്രം മാത്രമാണ് ഇനി അവസാനമായി തൻ്റെ കയ്യിലുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കർണൻ ആ ആയുധമെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഗുരുവിൻ്റെ ശാപം നിമിത്തം അത് പ്രയോഗിക്കേണ്ട വിധി മറന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ ബ്രാഹ്മണ ശാപം മൂലം സമയത്ത് യുദ്ധഭൂമിയിൽ കർണൻ്റെ രഥത്തിൻ്റെ ഇടത്തെ ചക്രം ആ യുദ്ധഭൂമിയിൽ താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത വളരെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ കർണൻ ഇങ്ങനെ നിൽക്കുകയാണ്. കർണൻ്റെ ആ ഒരവസ്ഥ കണ്ട് അർജുനന് വല്ലാത്ത വിഷമം തോന്നി. കർണനോടാണ് താൻ മത്സരിക്കേണ്ടതെങ്കിലും കർണൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് അർജുനന് മനസ്സ് തോന്നി. അർജുനൻ യുദ്ധം ചെയ്യാതെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, അല്ലേ അർജുന, നീ എന്ത് പ്രമാദമാണ് ഈ കാണിക്കുന്നത്? ബോധമുള്ളവർ, ബുദ്ധിമാന്മാർ എപ്പോഴാണോ ശത്രുക്കളുടെ ശക്തിക്ക് ക്ഷയം സംഭവിക്കുന്നത് അപ്പോൾ ഉണർന്ന് ആർജവത്തോടെ അതിശക്തിയായി പോരാടുകയാണ് ചെയ്യുന്നത്. നീ കർണനെതിരെ പോരാടുക എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ കർമ്മോത്സുകനാക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിൽ കർണൻ ദയനീയമായി അപേക്ഷിക്കുന്നുണ്ട് അർജുനനോട്, നിരായുധനായി നിൽക്കുന്ന ഒരാളെ വധിക്കാൻ പാടില്ല യുദ്ധഭൂമിയിൽ. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങളോട് പോരാടുവാൻ. അതുകൊണ്ട് ഈ യുദ്ധഭൂമിയിൽ ഈ ചക്രം, ഈ രഥചക്രം, ഇതിൽ നിന്ന് ഞാൻ ഒന്ന് കരയ്ക്ക് കയറ്റുന്നത് വരെ, ഈ കുഴിയിൽ നിന്നൊന്ന് കരയ്ക്ക് കയറ്റുന്നത് വരെ അല്പം ക്ഷമിക്കൂ എന്ന് കർണൻ പറയുന്നുണ്ട്. എന്നാൽ അത് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ കർണൻ അവിടെ ചെയ്യുന്നത് ധർമ്മത്തെ അധിക്ഷേപിക്കുകയാണ്. ധർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ധർമ്മത്തെ പഴിക്കുന്നു. ഇരു കൈകളും തലയിൽ വെച്ചുകൊണ്ട് കർണൻ പറയാണ്, ധർമ്മജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ, ധർമ്മം ചെയ്യുന്നവരെ ധർമ്മം രക്ഷിക്കുമെന്ന്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ധർമ്മമൊക്കെ ആചരിക്കുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്തുകൊണ്ട് ആ ധർമ്മം എന്നെ രക്ഷിക്കുന്നില്ല? ധർമ്മജ്ഞന്മാർ പറയുന്നത് മുഴുവൻ തെറ്റാണ്.
ധർമ്മം ചെയ്യുന്നവരെ രക്ഷിക്കുന്നില്ല എന്ന് ആ യുദ്ധകളത്തിൽ വെച്ച്, യുദ്ധഭൂമിയിൽ വെച്ച് കർണൻ പറയുന്നുണ്ട്, അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കർണൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണന് കൊടുക്കുന്ന മറുപടിയുണ്ട്. അല്ലയോ കർണ, നീ ഇപ്പോൾ ധർമ്മത്തെപ്പറ്റി വാചാലനാകുന്നല്ലോ, ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നല്ലോ. പക്ഷേ ഈ ധർമ്മത്തെ അനുഷ്ഠിക്കാത്ത, ആചരിക്കാത്ത ഒരു സമയം നിനക്കുണ്ടായിരുന്നു. എടോ രാധേയ, ഭാഗ്യം തന്നെ, നീ ഇപ്പോൾ ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിലും നിന്ദ്യന്മാർ തനിക്ക് എന്തെങ്കിലും കഷ്ടകാലം വരുന്ന സമയത്ത് ദൈവത്തിനെ നിന്ദിച്ചു പറയുന്നു. അവർ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നതെന്ന് വിചാരിക്കുക പോലുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണൻ്റെ നേരെ വാക്കുകളുടെ ശരം തൊടുത്തയച്ചു. എടോ കർണ, കൃഷ്ണയെ നീ ഉടുമുണ്ടിന് ഇണമുണ്ട് പോലും ഇല്ലാതെ ആ കൗരവ സഭയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിന് കൂട്ടുനിന്നത്, ദുശാസനോടൊപ്പം നിന്നത് കർണ നീയല്ലേ? അന്ന് നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു? വീണ്ടും ഭഗവാൻ ചോദിച്ചു തുടങ്ങി. സഭയിൽ ചൂതുകളി അറിയാത്ത ധർമ്മപുത്രരോടൊപ്പം തന്നെ കള്ളച്ചൂത് കളിച്ചിട്ട് ശകുനിയെ കൊണ്ട് തോൽപ്പിച്ച ആ സമയത്ത് നിന്റെ ധാർമ്മിക ബോധം എവിടെയായിരുന്നു? ഭീമസേനനെ ദുര്യോധനൻ വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന സമയത്ത്, വിഷാന്ന മൂട്ടിയ സമയത്ത് നിന്റെ ധർമ്മബോധം ഇതെവിടെയായിരുന്നു? 13 വർഷക്കാലം വനവാസവും കഴിഞ്ഞ് അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ അമ്മയ്ക്കും മക്കൾക്കും രാജ്യം കൊടുക്കണ്ട എന്ന് അലറി പറഞ്ഞത് നീയല്ലേ കർണ? അന്ന് നിന്റെ ധർമ്മബോധം ഇതെവിടെയായിരുന്നു? ഈ യുദ്ധക്കളത്തിൽ വെച്ച് അഭിമന്യുകുമാരനെ ചതിച്ചു കൊല്ലുന്ന സമയത്ത് നിന്റെ ധർമ്മബോധം ഇതെവിടെയായിരുന്നു കർണ എന്ന് വീണ്ടും വാക്കുകളുടെ ചോദ്യശരങ്ങൾ ഭഗവാൻ കൃഷ്ണൻ അയച്ചുകൊണ്ടേയിരുന്നു. ആ കൗരവ സഭയിലേക്ക് കൃഷ്ണയെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവളുടെ സമീപം പോയി നിന്ന്, നിന്റെ ഭർത്താക്കന്മാരൊക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു, നീ ഇനി അടുത്ത ഭർത്താവിനെ കണ്ടെത്തൂ എന്ന് ആ ഗജരാജഗാമിനിയോട് അതികഠിനമായിട്ടുള്ള രീതിയിൽ, ഹൃദയം തുളയ്ക്കുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ഉച്ചരിച്ചപ്പോൾ നിന്റെ ഈ ധർമ്മബോധം ഇതെവിടെയായിരുന്നു കർണ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചു. ഇങ്ങനെ ഭഗവാന്റെ ചോദ്യശരങ്ങൾ കേട്ടിട്ട്, ഓരോ ചോദ്യങ്ങളും കേട്ടിട്ട് കർണൻ നിസ്സഹായനായി നിൽക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ചെയ്തിട്ടുള്ള ധർമ്മമെല്ലാം, നീ ധർമ്മം ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷേ നീ ചെയ്തിട്ടുള്ള ധർമ്മമെല്ലാം സ്വധർമ്മമാണ്, സ്വാർത്ഥധർമ്മമാണ്. നീ ഒരു ലോകത്തിന് വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ധർമ്മമല്ല അനുഷ്ഠിച്ചത്. നീ നിന്റെ വ്യക്തി താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മം, നിത്യധർമ്മം മാത്രമാണ് നീ അനുഷ്ഠിച്ചത്. ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടത് സ്വാർത്ഥധർമ്മമല്ല, മറിച്ച് ലോകത്തിന് വേണ്ടിയിട്ടുള്ള ധർമ്മമാണ്, ധർമ്മമര്യാദയാണ് ആചരിക്കേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ കർണനോട് ഉപദേശം ചെയ്തു കൊടുത്തു. ഭഗവാന്റെ ഈ ചോദ്യശരങ്ങൾ കേട്ടിട്ട് ഭഗവാന് 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കർണൻ ചെയ്യുന്നത് ധർമ്മമല്ല എന്ന് കർണനെ മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ അർജുനൻ്റെ മനസ്സിളക്കണം. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമിച്ച് നിൽക്കുന്ന അർജുനൻ്റെ മനസ്സിളക്കി കർണവധത്തിന് തയ്യാറാക്കണമെന്ന 2 ഉദ്ദേശമായിരുന്നു ഭഗവാന്. ഭഗവാന്റെ ഈ ചോദ്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ട് അർജുനൻ്റെ രക്തം തിളച്ചു. അവസാനം ഭഗവാൻ പറയാണ്, ഈ അധർമ്മിയുടെ ശിരസർക്കൂ അർജുന എന്ന് പറയുന്ന കേട്ടിട്ട് അർജുനൻ താൻ ഈ ഭൂമിയിൽ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുപൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും അനുഗ്രഹാർത്ഥം ഞാൻ അയക്കാൻ പോകുന്ന ഈ അഞ്ജലീകം എന്ന വില്ല്
കർണൻ്റെ ശിരസ്സറുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പെയ്യുകയും കർണൻ അവിടെ ബദാർഹനായി തീരുകയാണ് ചെയ്യുന്നത്. ഇതാണ് കർണവധത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ കണ്ടെത്തിയിട്ടുള്ള ന്യായങ്ങൾ. നമ്മളെല്ലാവരും കർണനെ പ്രശംസിക്കുന്നുണ്ടെങ്കിലും കർണൻ സ്വാർത്ഥധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി നമുക്കില്ലാതെ പോയിരിക്കുന്നു. മഹാഭാരതം വ്യക്തമായി വായിക്കുമ്പോൾ കർണൻ്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അർജുനനോട് അസൂയ മാത്രം വെച്ച് പുലർത്തിയിരുന്ന ഒരു കഥാപാത്രമാണ് കർണൻ. വലുതായി വരും തോറും കർണന് അർജുനനോടുള്ള പകയും വിദ്വേഷവും കൂടിക്കൂടി വന്നു. അർജുനനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതി എന്ന് മാത്രമായി വന്നു. പിന്നെ തന്നെ രക്ഷിച്ചവരെ മാത്രം തനിക്ക് രക്ഷിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ സാമാന്യ ബുദ്ധി മാത്രം പ്രയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോക മര്യാദകൾ പാലിക്കുവാൻ കർണന് സാധിച്ചില്ല. ഭഗവാൻ കൃഷ്ണൻ കേവലം ഒരു മനുഷ്യന് വേണ്ടി മാത്രമല്ല ധർമ്മം പറഞ്ഞിട്ടുള്ളത്, ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മം ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചിട്ടുമുണ്ട്. കർണനെ പ്രശംസിക്കുന്നവരോട് കർണൻ ചെയ്തിട്ടുള്ളത് സ്വാർത്ഥധർമ്മം മാത്രമാണെന്നും ലോകത്തിന് വേണ്ടിയിട്ട് കർണൻ യാതൊരു വിധത്തിലുള്ള ധാർമ്മിക പ്രവൃത്തികളും ചെയ്തിട്ടില്ല എന്ന് സദയം മനസ്സിലാക്കുവാനും മഹാഭാരതം എന്ന ഗ്രന്ഥത്തെ വ്യാസഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ആ ഗ്രന്ഥത്തെ വ്യക്തമായി പഠിച്ച് ഓരോ കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി ധർമ്മത്തെയും അധർമ്മത്തെയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടാത്തതെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക. നന്ദി, നമസ്കാരം.